നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കെ അമേരിക്കയുടെ പാകിസ്ഥാൻ പ്രീണനത്തിന് ശക്തമായ മറുപടിയുമായി ഇന്ത്യ റഷ്യയുമായി നേരത്തെ ഒപ്പിട്ടിരുന്ന തന്ത്രപ്രധാനമായ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് കരാർ ഔദ്യോഗികമായി പ്രാബല്യത്തിലായി. ഇരു രാജ്യങ്ങൾക്കും പരസ്പരം സൈനിക താവളങ്ങൾ പങ്കിടാനും സൈനിക വിന്യാസം നടത്താനും അനുമതി നൽകുന്ന ഈ കരാർ ഏഷ്യൻ മേഖലയിലെ പ്രതിരോധ സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിമരുന്നിടുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിന് പിന്നാലെ പാകിസ്ഥാനോടും അവിടുത്തെ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനോടും അമേരിക്ക പുലർത്തുന്ന പ്രത്യേക താൽപ്പര്യം ഇന്ത്യ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ മറവിൽ ട്രംപ് ഭരണകൂടം പാകിസ്ഥാനോട് കൂടുതൽ ചായ്വ് പ്രകടിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പ്രതിരോധ നീക്കം. 2025 ഫെബ്രുവരിയിൽ ഒപ്പിട്ട കരാർ ഈ വർഷം ജാനുവരി 12 മുതൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ മാത്രമാണ് പുറത്തുവരുന്നത്. റഷ്യയിലെ കരനാവിക വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യക്കും അതുപോലെ തിരിച്ചും ഉപയോഗിക്കാൻ കഴിയുന്ന റലോസ് കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചും ഏറെ ഞെട്ടലുണ്ടാക്കുകയാണ്. 5 യുദ്ധക്കപ്പൽ, 3000 സൈനികർ, 10 യുദ്ധവിമാനങ്ങൾ എന്നിവ പരസ്പരം വിന്യസിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയും. യുദ്ധ സാഹചര്യങ്ങളിലും സമാധാന കാലത്തും സഹകരണം ഉറപ്പുവരുത്തുന്ന റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ്, അതായത് റെലോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2025 ഫെബ്രുവരി 18 മോസ്കോയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. കരാർ ഈ ജാനുവരി 12 പ്രാബല്യത്തിൽ വന്നുവെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മിലിറ്ററി ലോജിസ്റ്റിക്സ് മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനാണ് കരാർ ലക്ഷ്യമിടുന്നത്. US-മായി ഇന്ത്യക്ക് കരാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ധനം നിറയ്ക്കൽ, ലോജിസ്റ്റിക്സ് സപ്പോർട്ട് തുടങ്ങിയവ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സേനാ വിഭാഗങ്ങളെ റഷ്യൻ സേനാ താവളങ്ങളിൽ വിന്യസിക്കാൻ കഴിയുമെന്നതാണ് റലോസ് കരാറിനെ വ്യത്യസ്തമാക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലടക്കം US കടുത്ത എതിർപ്പുയർത്തുമ്പോഴും റഷ്യയുമായുള്ള സൗഹൃദം കൈവിടില്ലെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തിയെ പരസ്പരം കൈമാറാൻ അനുവദിക്കുന്ന വിപുലമായ വ്യവസ്ഥകളാണ് ഈ കരാറിലുള്ളത്. ഒരേസമയം 3000 സൈനികരെ വരെ ഇരു രാജ്യങ്ങൾക്ക് പരസ്പരം വിന്യസിക്കാം. കൂടാതെ 5 യുദ്ധക്കപ്പലുകൾ, 10 സൈനിക വിമാനങ്ങൾ എന്നിവയ്ക്കും ഈ അനുമതി ബാധകമാണ്. സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവ ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾക്കും ലോജിസ്റ്റിക്സ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ ഇരു സേനകൾക്കും ഇതോടെ സാധ്യമാകും. മുൻപ് അമേരിക്കയുമായി ഇന്ത്യ സമാനമായ ലെമോവ കരാറിൽ ഒപ്പിട്ടിരുന്നുവെങ്കിലും അതിനേക്കാൾ ഏറെ ശക്തവും വിപുലവുമാണ് റഷ്യയുമായുള്ള പുതിയ കരാർ. അമേരിക്കയുമായുള്ള കരാറിൽ സൈനിക വിന്യാസത്തിന് അനുമതിയില്ല എന്ന പോരായ്മയുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള കരാറിലൂടെ യുദ്ധ സാഹചര്യങ്ങളിൽ പോലും പരസ്പര സഹായം ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണികൾക്കിടയിലും റഷ്യയോടുള്ള ഇന്ത്യയുടെ വിശ്വാസ്യത വ്യക്തമാക്കുന്നു. ആർട്ടിക് മേഖലയിലെ റഷ്യൻ തുറമുഖങ്ങളിലേക്കും ഇന്ത്യക്ക് നേരിട്ടുള്ള പ്രവേശനം ലഭിക്കുന്നു എന്നതാണ് ഈ കരാറിന്റെ മറ്റൊരു വലിയ സവിശേഷത. വ്ളാഡിവോസ്റ്റോക്ക് മുതൽ മുർമാൻസ്ക് വരെയുള്ള തന്ത്രപ്രധാന തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതും ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തിനും സൈനിക നീക്കങ്ങൾക്കും കരുത്തേകും. ഇറാൻ-ഇസ്രായേൽ സംഘർഷം മൂലം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇന്ധന വിതരണം അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിലും ഈ കരാർ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും. റഷ്യയുടെ യാമൽ പെൻസിലിൽ നിന്നും പ്രകൃതിവാതക ഇറക്കുമതി വർദ്ധിപ്പിക്കാനും ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നു. തടസ്സമില്ലാത്ത ഇന്ധന വിതരണത്തിനും റഷ്യൻ സൈനിക താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും സഹായം ലഭ്യമാകുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും കരുത്താകും. ഇതിന് പകരമായി ഇന്ത്യൻ സമുദ്രമേഖലയിൽ റഷ്യയ്ക്കും തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ സജീവമാക്കാനുള്ള അവസരം ഇന്ത്യ നൽകുന്നുണ്ട്. റഷ്യൻ തുറമുഖങ്ങളിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും സാധിക്കും. ഇന്ത്യൻ തുറമുഖങ്ങൾ റഷ്യൻ കപ്പലുകൾക്കും ലഭ്യമാകും. 5 വർഷമാണ് കരാർ കാലാവധി. ഇരു രാജ്യങ്ങളും എതിർപ്പില്ലെങ്കിൽ കരാർ പുതുക്കും. ഇൻഡോ പസഫിക് മേഖലയിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ കരാർ വഴി തുറക്കും. നിലവിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനമുള്ള ഈ മേഖലയിൽ
റഷ്യൻ യുദ്ധക്കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി ലഭിക്കുന്നതും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ചൈനയുടെയും അമേരിക്കയുടെയും സാന്നിധ്യമുള്ള ഈ സമുദ്രഭാഗത്ത് റഷ്യയുമായി കൈകോർക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കും. 5 വർഷത്തേക്കാണ് കരാറിന്റെ ആദ്യ കാലാവധിയെങ്കിലും കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇത് സ്വയം പുതുക്കപ്പെടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മധ്യേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ റഷ്യയ്ക്കും ഈ കരാർ വലിയ നേട്ടമാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയെ പോലൊരു വലിയ വിപണിയും സൈനിക പങ്കാളിയെയും കൂടെ നിർത്താൻ സാധിക്കുന്നതും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ്. അമേരിക്കയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾക്കെതിരെയുള്ള ഇന്ത്യയുടെ സ്വാഭാവിക പ്രതികരണമായാണ് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരോധ ഭീഷണികൾ തള്ളിക്കളഞ്ഞ് റഷ്യയുമായി തന്ത്രപരമായ പങ്കാളിത്തം തുടരുന്നതിലൂടെ തങ്ങളുടെ വിദേശ നയം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നതല്ല എന്ന ശക്തമായ സന്ദേശമാണ് ഡൽഹി ലോകത്തിന് നൽകുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്.